നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഖവഫ മാ ഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തെന്നറിയോ? എല്ലാ നമ്മളോട് വിളിച്ചു പറഞ്ഞ ഹബീബ് പറഞ്ഞത്, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഏതാണ്? വിഗ്രഹാരാധനയല്ല, ബിംബാരാധനയല്ല, വിഗ്രഹ കച്ചവടങ്ങളല്ല, വിഗ്രഹത്തിന്റെ നിർമ്മാണങ്ങളല്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് എന്തെന്നറിയോ? ഒരു ചായക്ക് പൈസ ഇല്ലാതെ എന്റെ സമുദായത്തിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ, എന്റെ സഖാക്കൾ, എന്റെ സതീശൻ, എന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഒരു ചായക്ക് പൈസ ഇല്ലാതെ ആളുകളുടെ വീടുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ പിറക്കി തിന്നുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. തന്റെ പൊന്നുമോളെ പൈസ ഇല്ലാതെ പള്ളികൾ ഇറങ്ങി നടക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പള്ളി നിർമ്മിക്കാൻ കഴിയാതെ റെസിപ്റ്റ് മേടിച്ചുകൊണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളും സഞ്ചരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടത് എന്തെന്നറിയോ? ഇന്ന ഖവഫ മാ ഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഏതെന്നറിയോ? അയ്യകുസുറ ബിഹിമുൽ മാ, പണപ്പെരുപ്പമാ ഞാൻ പേടിക്കുന്നത്, പണത്തിന്റെ കുത്തൊഴുക്കാ ഞാൻ പേടിക്കുന്നത്. അങ്ങനെ പണം വന്നു കഴിഞ്ഞാ പരസ്പരം അസൂയ വരുന്നതാ. പിന്നെ പരസ്പരം അവര് വാളോങ്ങുന്നവരാ. പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരന്റെ തലതല്ലി തകർത്ത ആ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഉമ്മാന്റെ കാത് മുറിച്ച മക്കളെ കണ്ടിട്ടില്ലേ? വാപ്പാന്റെ തലയ്ക്ക് ചെരവ കൊണ്ടടിച്ച മക്കളെ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, സമ്പത്തിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലി തകർന്നു പോയ കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ? എന്താ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? പണം അധികരിക്കലാണ് ഞാൻ പേടിക്കുന്നത്. അങ്ങനെ എന്റെ സമുദായത്തിൽ പണം വന്ന് കുമിഞ്ഞുകൂടിയാ അവര് പരസ്പരം അസൂയ വയ്ക്കുമെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. 5 ശത്രുക്കളെ അല്ലാഹ് പരിചയപ്പെടുത്തി മുസ്ലിമേ. 5 പ്രതിസന്ധികളെ ഹബീബ് പരിചയപ്പെടുത്തി പെങ്ങളെ. അതിൽ ആദ്യത്തെ പ്രതിസന്ധി ഏതാ? ആദ്യത്തെ പരീക്ഷണം ഏതാ? ആദ്യത്തെ ശത്രുവേദാ? മുഅ്മിനീ യഹ്സുദൂനഹു, നിന്നോട് അസൂയ വയ്ക്കുന്ന നിന്റെ സഹോദരനാണ് എന്ന് ഇന്നേവരെ തമാശയ്ക്ക് പോലും ആ ചുണ്ടുകൾ ചൊലിപ്പിക്കാത്ത മദീനയുടെ മണവാളനെ, ആമിനാടെ പൊന്നുമോനെ, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശത്രു ആരാ? RSS അവിടെ നിൽക്കട്ടെ, BJP അവിടെ നിൽക്കട്ടെ, ഫാസിസം അവിടെ നിൽക്കട്ടെ, നാസിസം അവിടെ നിൽക്കട്ടെ, സാമ്രാജ്യത്വം അവിടെ നിൽക്കട്ടെ, സൈനിസം അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടക്കം 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഅ്മിനു യഹ്സുദുഹു, അവന്റെ ആദ്യത്തെ ശത്രു അവന്റെ നിഅമത്തുകളിൽ അസൂയ വയ്ക്കുന്ന കൂടപ്പറപ്പുകളായ സഹോദരങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കലഹം ഉണ്ടാക്കിയിട്ട് പോയി കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചു എന്നാരും കരുതരുത്. ഞാൻ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. യാക്കൂബ് നബി അടുത്ത് വന്നിട്ട് യൂസുഫ് നബി പറഞ്ഞു, പൊന്നു വാപ്പാ, യാ അബത്തി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ഞാൻ കണ്ടു വാപ്പാ, എന്നെ സുജൂദ് ചെയ്യുന്നതായിട്ട്. ആ സമയത്ത് വാപ്പ പറഞ്ഞു, ലാ തഖ്സുസ് റുഇയാക അലാ അഹദിൻ മിൻ ഇഖ്വതിക, നീ ആരെടുത്ത് പറഞ്ഞാലും നിന്റെ സഹോദരങ്ങളുടെ അടുത്ത് പറയരുത്. ഈജിപ്തിലുണ്ടായ എന്റെ രക്തത്തിന്റെ ഭാഗമായ നിന്റെ കൂടപ്പുറപ്പുകളായ സഹോദരങ്ങളോട് പറയരുത്. ഫയക്കീദൂലക കൈദ, അവർ നിന്നെ ചതിക്കും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ്. നാട്ടില് ഇപ്പൊ ഞാൻ വലിയ പണക്കാരനായാൽ, ഞാനെന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്, ഞാൻ പണക്കാരനായാൽ അല്ലെങ്കിൽ ഉസ്താദ് പണക്കാരനായാൽ, ഉസ്താദ് നാട്ടുകാർ പിന്നെ വേണം, ഞാനിപ്പോ എല്ലാം ഞാൻ തന്നെ അങ്ങ് സ്വീകരിച്ചോളാം, കുഴപ്പമില്ല. ഞാൻ വലിയ പണക്കാരനായാൽ ഏറ്റവും കൂടുതൽ അസൂയ വയ്ക്കുന്ന എന്റെ സഹോദരങ്ങളായിരിക്കും.
രണ്ടാമത് എന്റെ ബന്ധുക്കളായിരിക്കും, പിന്നെയാണ് എന്റെ നാട്ടുകാർ അസൂയ വെക്കുക. അല്ലേ? അതങ്ങനെയാണ് സഹോദരങ്ങളെ. എന്റെ മകന് കിട്ടാത്തത് എന്റെ ജേട്ടന്റെ മകന് കിട്ടുന്നത് എനിക്ക് അസൂയ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട പ്രതിസന്ധി ഏതാണ്? ആദ്യം തിരിച്ചറിയേണ്ട പ്രതിസന്ധി 5 പ്രതിസന്ധി പറയും, 5-നുള്ള പരിഹാരവും പറയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാവരുടെയും കണ്ണ് നേരെ ഫോക്കസ് ചെയ്യുന്നത് വേറൊരു ശത്രുവിലേക്കാണ്. അതിനു മുമ്പ് ശത്രുക്കളെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തി. ഒന്ന്, അവന്റെ നിഅമത്തുകളിൽ അസൂയ വയ്ക്കുന്ന ഏറ്റവും അടുത്ത മുഅ്മിനീങ്ങളായ സഹോദരങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എന്തിനാ നമ്മൾ അസൂയ വെക്കുന്നത്? നമ്മൾ എന്തിനാണ് അസൂയ വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലി നിഅമില്ലാഹി അഅദാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് ശത്രുക്കളുണ്ട് നമുക്കറിയാം, അല്ലാഹുവിന്റെ ദീനിന് ശത്രുക്കളുണ്ട് നമുക്കറിയാം. പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുക്കൾ ആരെന്നറിയോ? സഹാബത്ത് ചോദിച്ചു, അവരാരാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവര് അസൂയക്കാരാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്കിപ്പോ അല്ലാഹു തആല ഒരു സൗഭാഗ്യം തന്നിരിക്കട്ടെ, ആ സൗഭാഗ്യം എനിക്ക് തന്നത് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ അസൂയ വെക്കുകയാണ്. പടച്ചവനെ, അതൊന്ന് നശിച്ചിരുന്നെങ്കിൽ. എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്നു, പടച്ചവരെ ഒരു ഭൂകുലുക്കം വന്നെങ്കിലും അത് നശിച്ചെങ്കിൽ, പടച്ചവര് ഒരു ഭൂചലനം വന്നിട്ടെങ്കിലും അത് നശിച്ചു പോയെങ്കിലല്ല. കാരണം എന്താണ്? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് അസൂയയാണ്. ആ അസൂയ നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുവെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹ് എനിക്ക് തന്ന നിഅമത്തുകളുടെ ശത്രുവാണത്. പാടില്ല, പാടില്ല മുസ്ലിമേ. നമ്മൾ ആരോടും അസൂയ വെക്കണ്ട. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ തണലിൽ ഒരാളെ കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുകയാ. ആ മനുഷ്യന് വല്ലാത്ത അടുപ്പം ചെന്ന മനുഷ്യനാ, അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പക്കാരനായ മനുഷ്യനാ. കാരണം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകന് മൂസാ നബി ചോദിച്ചല്ലോ, ഈ മനുഷ്യനാരാ? ഇത്രയും വലിയ അടുപ്പക്കാരൻ നിനക്കുണ്ടെങ്കിൽ അവന് ആരാണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹ് പറയുന്നു, ഓ മൂസാ നബിയേ, അയാൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? അതല്ലേ വേണ്ടത്? ആരായ നിങ്ങൾക്കെന്താ? അയാൾക്ക് ഈ അടുപ്പം കിട്ടാൻ കാരണം എന്തെന്നല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്? അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? അതല്ലേ നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത്? അവരാരോ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിയെന്ന് നിങ്ങൾ അറിയുക. മൂസാ നബി ചോദിക്കുന്നു, അല്ലാ, അയാളെ എങ്ങനെയാ നീ ഇത്ര അടുപ്പക്കാരനാക്കിയതല്ലാ? ഇത്രയും അടുപ്പം ശ്രദ്ധിക്കാൻ അയാൾ ചെയ്ത പ്രവൃത്തി എന്താ? മഹാനായ മൂസാ നബിയോട് അല്ലാഹ് പറയുകയാ, മൂന്ന് ഗുണങ്ങളായിരുന്നു ആ മനുഷ്യനുള്ളത്. മാതാപിതാക്കളെ ഇന്നേ വരെ ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണത്. ഇന്നേ വരെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലെ പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളുടെ നേരെ കണ്ണൊന്നുരുട്ടിയിട്ടില്ല. മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേതാണ് ഏശനി പറഞ്ഞ് നടന്നിട്ടില്ല. ഇന്ന് ഏശനി എല്ലാവർക്കും വല്ലാത്തൊരു സുഖമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ വന്ന് നിങ്ങളോട് മറ്റൊരാളെ പറ്റി അവരറിയാത്തത് പറഞ്ഞു തരുക. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ പറ്റി നിങ്ങളറിയാത്തത് പറഞ്ഞു കൊടുക്കുക. ഇന്ന് ആളുകൾക്ക് വല്ലാത്ത ഹരമാണത്. അതിൽ പ്രഭാഷകനാണെന്നോ, അതല്ലെങ്കിൽ സയ്യിദാണെന്നോ, അല്ലെങ്കിൽ ഖാളിയാണെന്നോ, അല്ലെങ്കിൽ ആലിമാണെന്നോ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ തങ്ങളാണെന്നോ, അല്ലെങ്കിൽ ഹാജിയാണെന്നോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇമാമാണെന്നോ, അതൊന്നും പരിഗണനയില്ല. ആരെ പറ്റി വേണോ നമ്മൾ നമീമത്ത് ഏശന് പറയാൻ നമ്മൾ മിടുക്കന്മാരാ. ആരെ പറ്റി വേണമെങ്കിലും നമ്മൾ പറയാൻ നല്ല തിടുക്കത്തിലാ നമ്മളുള്ളത്. എന്നാലും പഠിച്ചോ, ഈ അർശിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അയാള് ഏശന് പറയാത്തവനാ. നമ്മുടെ വിഷയം അതുമല്ല. മൂന്നാമതായിട്ട് അല്ലാഹു മൂസ നബിയോട് പറയുകയാ, ലാ യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ വെക്കൂല. അല്ലാഹു പറയുന്ന ഒരു നിഅമത്തുകൾക്കും അവൻ അസൂയ വെക്കൂല. ആർക്ക് എന്ത് കിട്ടിയാലും പറയും അൽഹംദുലില്ലാ, അവനത് കിട്ടിയല്ലോ സന്തോഷം. നമ്മൾ എന്തിനാ അസൂയ വെക്കുന്നത്? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഒരാൾക്കുള്ള നിഅമത്ത് കൊടുക്കുന്നത് കാണുമ്പോ, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്, എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ, അല്ലാഹുവേ എന്നെക്കാല സാമർഥ്യനാണല്ലോ, സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം നീ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും. ഞാൻ താഴോട്ട് തളർന്നു പോകും, അതിന് സംശയമില്ല. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ, തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ എന്റെ നമസ്കാരവും, എന്റെ നോമ്പും, എന്റെ സൽക്കർമ്മങ്ങളും, എന്റെ സ്വതക്കയും, എന്റെ തഹജ്ജുദും, എന്റെ ളുഹായും, എന്റെ ജീവിതത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഈ അസൂയ എന്ന് പറയുന്ന സംഗതി നശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ അല്ലാഹു ആർക്ക് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ വെക്കല്ലേ, അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതെന്താണ്? അൽ ഹാസിദു അദുവുൽ നിഅമതി, എന്റെ നിഅമത്തിന്റെ ശത്രുവാണ് അസൂയ വെക്കുന്നവന്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. ഇതാരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, നാളെ നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, അവനാണ് പറഞ്ഞത്. അൽ ഹാസിദു അദുവുൽ നിഅമതി, അസൂയ വെക്കുന്നവൻ എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. മുതസഖിതുൽ ഖളാഇ, എന്റെ വിധിയിൽ ദേഷ്യമുള്ളവനാണ്. ഗൈറു റാലിം ബിഖിസ്മതി, എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവെന്ന് വേറൊരാൾക്കും കൊടുത്ത്, ഇച്ചിരി കഴിവ് കൂടുതൽ അയാൾക്ക് കൊടുത്ത്, അപ്പൊ ഞാൻ ചിന്തിക്കാൻ, പടച്ചോനെ എന്തൊരു പ്രസംഗമാണ്, ഒരു ചെറിയ കുച്ചെങ്കിലും കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടേരെ എന്ന് ചിന്തിച്ചാൽ, അള്ളാഹുവിന്റെ ഖിസ്മത്തിലെ ഓഹരി, അള്ളാഹു ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയായില്ലെന്നല്ലേ അർത്ഥം. അപ്പൊ അള്ളാഹു തആല വെറുതെ വിടുവോ? അല്ലാഹ് വെറുതെ വിടോ? അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ മദ്രസയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ പരിശുദ്ധ ദീനിനോട് കളിക്കുന്നത് പോലെയാണോ ഇത്? അള്ളാഹ് പറയാണ്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്, എന്റെ ഓഹരി കൊണ്ട് പൊരുത്തപ്പെടാത്തവനാണ്, എന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ നിഅമത്തുകൾക്കും അസൂയ വെക്കണ്ട. ഇത് വിശദീകരിക്കാൻ സമയമില്ല. ആർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ നമ്മൾ അസൂയ വെക്കരുത്. നമുക്കൊരു നിഅമത്ത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുണ്ട്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. സൂറത്തുൽ ഫലഖ് നമ്മൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൊന്നു സഹോദരങ്ങളെ, ചില ആളുകൾ കണ്ണുവെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വെണ്ണീറായി പോകും, അതിൽ ഒരു സംശയവും വേണ്ട. കണ്ണ് വലിയ പ്രശ്നമാണ്. സിഹ്ർ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പട്ടിക്കാഷ്ടത്തിലും നായയുടെ കാഷ്ടത്തില് സിഹ്ർ ചെയ്ത് ക്ഷുദ്രം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ ഭീകരമാണ് അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇരുത്തിയാൽ മതി, തീർന്ന്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെ പോലും കുളിപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയണം. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കണ്ണേറുണ്ടാവും. കണ്ണാടി നോക്കുമ്പോ നമ്മുടെ സൗന്ദര്യം തന്നെ നമ്മൾ കണ്ടിട്ട് അസൂയ വെക്കാനും കണ്ണ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അവിടെയും നീ ഒരു കുറവായിട്ട് കണ്ടിട്ട് നീ പറയണം, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹ് എന്റെ പൊറോക്ക നീ ശരിയാക്കി തന്നു, മോശമാണ്, അതുകൊണ്ട് നീ
ശരിയാക്കി താ അല്ലാഹ്. കാരണം എന്താണ്? നമ്മളെല്ലാം തികഞ്ഞവനാണെന്ന് തോന്നും. ആർക്കും ജന്മനാ കിട്ടിയ സൗന്ദര്യം മോശമാണെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സൗന്ദര്യം കൂട്ടാനൊക്കെ എല്ലാ സെലിബ്രിറ്റികളും അങ്ങനെയാണ്. 180 വയസ്സായ നടീനടന്മാരൊക്കെ നടക്കുന്നത് ഇപ്പോഴും 18 വയസ്സുകാരെ പോലെയാണ്. കാരണം എന്താണ്? പൈസയുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് അവരുടെ കോലങ്ങൾ മാറ്റാൻ ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയാണ്. നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചില്ലേ? മെയിൻ അപകടം നടന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി. ഹൈവേയിൽ വെച്ച് ലിംഗം തെറിച്ചുപോയി ഒരു ചെറുപ്പക്കാരന്റേത്. മംഗലാപുരത്തുള്ള കസ്തൂർബ മണിപ്പാലിലാണ് അതിന്റെ കേന്ദ്രമെങ്കിലും മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കർണാടകയിലെ മെഡിക്കൽ കോളേജിലെ നിപുണനായ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ ഡോക്ടർ ഒരു വിരൽ മുറിച്ചെടുത്തിട്ട് ആ വിരൽ ലിംഗമായി വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത കാലമാണ് നമ്മളുള്ളത്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ അടുത്ത സമയത്ത് ഉദ്ധാരണ ശേഷി കൂടാൻ വേണ്ടിയിട്ട് ആളക്കടിക്കുന്ന മരുന്നടിച്ചിട്ട് തന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു വാർത്തയാണ്, വലിയ വാർത്തയാണ്. NRC അങ്ങ് മുങ്ങിപ്പോയെന്നേ ഉള്ളൂ. ഉദ്ധാരണ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കാളക്കടിക്കുന്ന മരുന്നെടുത്ത് അടിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനോടൊപ്പം സഞ്ചരിക്കാനും സഹവസിക്കാനും തീരുമാനിച്ചു. ആശുപത്രിയിൽ കയറി ഇപ്പൊ 45-50 ഓപ്പറേഷൻ കഴിഞ്ഞു. അള്ള തരുന്ന ഒരു നിയമത്തുണ്ട് സഹോദരങ്ങളെ. നമുക്കിപ്പോ അള്ളാഹു താല കാൽമുട്ട് തന്ന് എവിടെ ാൻ കുഴപ്പമൊന്നുമില്ല. 10-25-35 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട് മടങ്ങാതെ നമ്മൾ മുട്ട് മാറ്റി വെക്കേണ്ടി വരുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന AB വാജ്പേയി എന്ന ഒരു കാലത്ത് മിതവാദിയാണെന്ന് ഇപ്പൊ തോന്നിപ്പോകുന്ന അന്നെന്ന ഏറ്റവും വലിയ ഭീകരവാദിയായി നമുക്ക് തോന്നിയ മുൻ പ്രധാനമന്ത്രി. അന്ന് നമ്മൾ തോന്നിയതാണ് ഏറ്റവും വലുതെന്ന്. പിന്നീട് മഹാന്മാരൊക്കെ വന്നപ്പോ നമ്മൾ മനസ്സിലായി അത് മിതവാദിയാണെന്ന്. അപ്പൊ ആളുകൾ മിതവാദി, വലിയവാദി, തീവ്രവാദി എന്നൊക്കെ പേര് കൊടുക്കുന്നത് പുറകെ ഓരോന്ന് വരുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മോഡിയും ഷായും യോഗി എന്നാ നമ്മൾ കരുതുന്നത്. ഇതിനെക്കാളും വലുത് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് കഴിഞ്ഞ് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ അള്ളാഹു തന്ന ഈ കാലുണ്ടല്ലോ, ഇപ്പോ നമുക്കറിയാം മഴതനിയുടെ നാടാണിത്. മഴതനിയുടെ കാല് എത്ര തവണ ആ വെപ്പുകാല് മാറ്റിവെച്ചു. കോയമ്പത്തൂര് വെച്ച് അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് മാറ്റിവെക്കാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം ശംഖുമുഖത്ത് കടപ്പുറത്ത് തടിച്ചുകൂടിയ പുരുഷാരത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വെപ്പുകാല് കാണിച്ചു കൊടുത്തു. മാറ്റണം. അതിനോട് ചോദിച്ചു നോക്ക്. ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ 3 വർഷം, ഇല്ലെങ്കിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ മാറ്റി വെക്കണം. അള്ളാഹു തന്ന ഈ കാലുകൊണ്ട് 10-80 കൊല്ലം പാറകളിലും അതുപോലെ തന്നെ ഏത് ലോകത്തും ഓടി നടന്നിട്ട് ഉപ്പൂറ്റി തേഞ്ഞു പോയി മാറ്റി വെക്കണമെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അള്ള തരുന്ന നിയമത്തുകൾക്ക് നമുക്ക് ഒരിക്കലും അതിന് വില കൽപ്പിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് നമ്മൾ ചിന്തിക്കൂ. അള്ളാഹു അവന്റെ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്താനും അള്ള തരുന്ന നിഅമത്തുകൾക്ക് അസൂയ വയ്ക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.